വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. കേരള സർവകലാശാലയിലെ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, കേരള സർവകലാശാല പ്രതിസന്ധിക്കിടെ നിർണായക കൂടിക്കാഴ്ച നടക്കുന്നു. VC മോഹനൻ കുന്നുമേൽ മന്ത്രി R ബിന്ദുവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് മന്ത്രിയുടെ വസതിയിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. പ്രശ്നം പരിഹരിക്കണമെന്ന് മന്ത്രിയോട് VC ആവശ്യപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. ഗോപാൽ ശീലാസനലാണ് ബ്രേക്കിംഗ് വാർത്തയുമായി ചേരുന്നത്. ഗോപാൽ, ഇതിലിപ്പോൾ മന്ത്രിമാർ ചാൻസലറെ കാണുമെന്നുള്ള വിവരങ്ങളുണ്ടായിരുന്നു. അതിനിടയിൽ ഇതിനൊരു പ്രശ്ന പരിഹാരത്തിന് വൈസ് ചാൻസലർ തന്നെ മുന്നിട്ടിറങ്ങുകയാണോ? ഇന്നിപ്പോൾ SFI പ്രതിഷേധിച്ചില്ല എന്ന് നമ്മൾ കണ്ടു. അതായത് ഒരു സമവായത്തിലേക്ക് സർക്കാർ നീങ്ങുന്നു. അതോടൊപ്പം VC മോഹനൻ കുന്നുമ്മേൽ തന്നെ ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് മുൻകൈയെടുക്കുന്നു എന്നതാണോ? അതെ, തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ ഒരു സമവായ ശ്രമത്തിന് വേണ്ടി ഉള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. അതിന്റെ ഏറ്റവും അവസാനത്തെ ഇടപെടൽ VCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. VC മോഹനൻ കുന്നുമ്മൽ ഇന്ന് മന്ത്രിയുടെ വസതിയിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ന് രാവിലെ 20 ദിവസങ്ങൾക്ക് ശേഷം വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ സർവകലാശാലയിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം 1800ഓളം സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ടതിനു ശേഷം അദ്ദേഹം വേഗത്തിൽ മടങ്ങി പോവുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ലഭിക്കുന്ന പ്രകാരം നേരിട്ട് പോയത് മന്ത്രി R ബിന്ദുവിന്റെ വസതിയിലേക്കാണ്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി വ്യക്തമാക്കിയിരുന്നു, പലതവണ മോഹൻ കുന്നുമ്മലുമായി സംസാരിച്ചു. ആ സംസാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അദ്ദേഹം സർവകലാശാലയിലേക്ക് എത്തിയത്. അത് സാധൂകരിക്കും വിധം നേരത്തെ ഫോണിൽ സംസാരിച്ചതിന്റെ തുടർച്ചയായി മന്ത്രിയുടെ തിരുവനന്തപുരത്തെ വഴുതക്കാട്ടെ വസതിയായ സാനഡുവിലെത്തിയാണ് മന്ത്രി ഇത്തരത്തിൽ VC ഇത്തരത്തിൽ മന്ത്രി R ബിന്ദുവുമായി കൂടിക്കാഴ്ച നടത്തിയത്. സർവകലാശാലയിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധികളുണ്ട് എന്നും ആ പ്രതിസന്ധികൾ പരിഹരിക്കാൻ മന്ത്രിതലത്തിലും സർക്കാർ തലത്തിലും ഇടപെടണം എന്നുമായിരുന്നു VC മോഹൻ കുന്നുമ്മൽ R ബിന്ദുവിനോട് ആവശ്യപ്പെട്ടത്. ഇന്ന് മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആഞ്ഞടിച്ച സ്വഭാവത്തിലേക്കുള്ള ഒരു പ്രതികരണവും മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നില്ല. സർവകലാശാലയാണ്, അവിടെ വിഷയങ്ങളുണ്ട്, അത് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ആ പരിഹാരത്തിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടക്കുകയാണ്. ആശയവിനിമയങ്ങൾ പല കോണുകളിൽ പല തലങ്ങളിൽ പുരോഗമിക്കുകയാണ്. ആ ആശയവിനിമയത്തിന്റെ ഭാഗമായി, ആ സമവായ ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. അതായത് സർക്കാർ മോഹനൻ കുന്നുമ്മലിന്റെ കാര്യത്തിൽ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മോഹനൻ കുന്നുമ്മലിന്റെ കാര്യത്തിൽ മയപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ ഘട്ടത്തിൽ ഇനി എന്ത് തരത്തിലേക്കുള്ള ഇടപെടൽ, അത് ഡോക്ടർ KS അനിൽകുമാറിന് എതിരെയാകുമോ അനുകൂലമാകുമോ എന്നതാണ് കണ്ടറിയേണ്ടതായിട്ടുള്ളത്. കാരണം ഇന്ന് VCയുടെ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലായത് ഒരു തരത്തിലും അനിൽകുമാറിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് VCയോ സർവകലാശാലയോ തയ്യാറല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കൂടിക്കാഴ്ച ഏറെ നിർണായകമാണ്, ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ ഭാവി ഏത് തരത്തിൽ സർവകലാശാല പ്രതിസന്ധി മുന്നോട്ട് പോകും, അത് പരിഹരിക്കപ്പെടുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടതായിട്ടുള്ളത്. ഇന്ന് ഉച്ചയോടുകൂടി, അതായത് 3 മണിക്ക് വാർത്താ സമ്മേളനം നടക്കുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് ഈ കൂടിക്കാഴ്ച സാനഡുവിൽ വെച്ച് നടന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായി മന്ത്രിയോട് അറിയിച്ചതിന് ശേഷം മന്ത്രിയുടെ വസതിയായിരുന്ന സാനഡുവിൽ എത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം